യഹോവേ, ആണ്ടുകൾ തീരും മുൻപേ, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കണം, അതെ, ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണം. നീ ജീവിപ്പിക്കണം. ആണ്ടുകൾ തീരും മുമ്പ്, മുൻകഴിഞ്ഞ വർഷങ്ങളിൽ ദൈവത്തിന്റെ നിശബ്ദതകളുടെ നടുവിലും ഞാൻ നിലവിളിച്ച് ദൈവത്തെ ആരാധിച്ചെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും ഞാൻ തിരുപാദപീഠത്തിൽ നിന്നെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും ഈ തിരുവെഴുത്തുകളെ ചങ്കോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും ചിലരെ പോലെ ഞാൻ പിന്മാറിയില്ലെങ്കിൽ, ദൈവത്തിന്റെ നിശബ്ദതയുടെ നടുവിലും നീ ദൈവത്തെ ചോദ്യം ചെയ്തില്ലെങ്കിൽ, നീ എഴുതി വെച്ചോ, നീ ഇന്ന് റൈറ്റ് ചെയ്ത് വെച്ചോ, നിന്റെ ജീവിതത്തിൽ ഒരു 2-ാം അധ്യായം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയോടും നിന്റെ ദേശത്തോടും നിന്റെ സഭയോടും എന്റെ ദൈവം മറുപടി പറയുന്ന ഒരു 2-ാം അധ്യായം ഇന്ന് രാത്രി തുറക്കപ്പെടുകയാ. ദർശനത്തിന് ഞാൻ ഒരവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഞാൻ, ഇത് പ്രവാചകനോട് ദൈവം പറഞ്ഞതാ 2-ാം അധ്യായത്തിൽ, ഞാൻ ഒരവധി വെച്ചിരിക്കുന്നു. ഹബക്കൂക്ക് കരുതി എന്നാന്നറിയോ? ഈ ദൈവം എവിടെ പോയിരിക്കുക? മിണ്ടണില്ലല്ലോ, ആളെ കാണുന്നില്ലല്ലോ, ഇതൊക്കെ എന്റെ ചുറ്റും നടക്കുമ്പോഴും എവിടെ ആളെവിടെ? നീ എന്നാ വിചാരിച്ചേ? ഞാൻ അവധി വെച്ചിരിക്കുക. സാറേ, ആ കൗൺസിലർ ഇന്നുണ്ടോ? എനിക്കൊരു പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. ഇല്ല, പുള്ളി അവധിയില്ല. പുള്ളി അവധിയിലാന്ന് പറഞ്ഞ എന്നാ? അയാൾ ചത്തുപോയെന്നാണോ? ഇപ്പൊ കസേരയിലില്ല, പക്ഷെ ഉടനെ വരും. അവധിയിലാന്ന് പറഞ്ഞ എന്നാ? റിട്ടയർ ആയെന്നാണോ? അവധിയിലാണെന്ന് പറഞ്ഞാൽ എന്നാ? സസ്പെൻഡ് ചെയ്തെന്നാണോ? അവധി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അവധി എടുക്കുന്നവർ ലീവ് എടുക്കുന്നത് ഒരു ഷോർട്ട് ടൈമിലാ. നീ എഴുതി വെച്ചോ, നിന്റെ ഷോർട്ട് ടൈം പീരീഡിൽ നീ ഫേസ് ചെയ്ത സകല ചലഞ്ചുകളെയും, നീ ഫേസ് ചെയ്ത സകല യുദ്ധങ്ങളെയും എന്റെ ദൈവം ദർശനങ്ങളാക്കി. നീ വെയിറ്റ് ചെയ്തോ, അത് വരും നിശ്ചയം, വരും നിശ്ചയം, വരും നിശ്ചയം, താമസിക്കുകയില്ല. യഹോവേ, ആണ്ടുകൾ തീരും മുൻപേ, അതേ ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും എന്റെ കുറെ സമയം പോയി പാസ്റ്ററെ, എന്റെ കുറെ വർഷങ്ങൾ വെറുതെ പോയി എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, നിനക്ക് നഷ്ടപ്പെട്ട സൻവത്സരത്തോട് എന്റെ ദൈവ സൻവത്സരങ്ങളെ ചേർത്ത് തുന്നാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഇന്ന് രാത്രിയിൽ, നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെയും മണിക്കൂറുകളെയും സമയങ്ങളെയും അവസ്ഥകളെയും മുഴുവൻ നിന്റെ ജീവിതത്തിൽ മടക്കി തന്ന് എന്റെ ദൈവം മാനിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്.